ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവൽ മിൽക്കിൻ്റെ റെസിപ്പി ആയാലോ? ആദ്യം തന്നെ ഒരു ചൂടായ പാനിലേക്ക് ഒരു 2 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊരു 3 മിനിറ്റ് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അവലെടുക്കുമ്പോൾ വെളുത്തതോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ളതോ ഏതായാലും കുഴപ്പമില്ല. ഈ ഒരു പരുവം ആകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് മതി. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. ഇനി സെയിം പാൻ തന്നെ ഒന്ന് തുടച്ചെടുത്ത ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പീനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് അളവിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആൽമണ്ട്സും കാഷ്യൂസും കുറച്ച് പിസ്തായും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി അതും ഇതുപോലെ തന്നെ ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരു നല്ലൊരു മണം വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുത്ത ശേഷം ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെച്ച് തണുക്കാനായിട്ട് വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് അധികം പുളിയില്ലാത്ത ഒരു 5-6 പഴം ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ഒരു സ്പൂണോ മാഷറോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തിട്ട് എടുക്കണം. ഇനി മാഷ് ചെയ്ത ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം. ഇനി അതുകൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ പാൽ ആവശ്യമായിട്ടുണ്ട്. അത് ഞാൻ പാക്കറ്റ് മിൽക്കാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അവൽ മിൽക്ക് ഉണ്ടാക്കി കഴിഞ്ഞ ഉടൻ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവലിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോയി അത് കുതിർന്ന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ പാല് നന്നായിട്ട് തണുപ്പിച്ച് ഉപയോഗിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് ആവശ്യമെങ്കിൽ മാത്രം മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സ്ട്രോബെറി മിൽക്ക് മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതോടെ ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ നമുക്ക് കിട്ടും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഡ്രൈ നട്ട്സ് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബൂസ്റ്റ്, ഹോർലിക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയൊന്നും ഇല്ല, നമ്മുടെ പണി ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവലുകൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അവലുകൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഞാൻ കുറച്ച് അവൽ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി 2 ഗ്ലാസ് എടുക്കുക. അതിലേക്ക് മാറ്റി വെച്ചിരുന്ന അവൽ കുറച്ച് ഇതിൻ്റെ അടിവശത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച അവൽ മിൽക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ മറ്റേ ഗ്ലാസ്സിന് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്ട്രോബെറി സിറപ്പ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. വെറുതെ വീഡിയോ എടുക്കാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതുള്ളൂ. ഇതൊക്കെ വലിയ ആഡംബരമാട്ടോ, അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. അല്ലാതെ തന്നെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് സ്ട്രോബെറി സിറപ്പും കൂടി ഞാനത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് അവൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് പീനട്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് മുകളിലേക്ക് ബൂസ്റ്റ്, ഹോർലിക്സ് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ സിമ്പിളായിട്ട് ഒരു അവൽ മിൽക്കാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു അവൽ മിൽക്കാണ്. അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ രീതിയിൽ അവൽ മിൽക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.